ഹലോ, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. ഞാനിന്ന് എളിയ ഒരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. കേരളത്തെ കുറിച്ച് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ കേരളീയർ കൊറോണ വൈറസിനെയും നിപ്പ വൈറസിനെയും അതുകൂടാതെ പ്രളയവും ഉരുൾപൊട്ടലുകളും ഭൂമി കുലുക്കവും എല്ലാം നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരാണ്. അതിനെയെല്ലാം ഒറ്റക്കെട്ടായി നേരിട്ടവരാണ് മലയാളി. അതേപോലെ തന്നെയായിരുന്നു നമ്മുടെ കൊണ്ടോട്ടി കരിപ്പൂർ വിമാന അപകടത്തെയും നേരിട്ടത്. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ ഭവനവും സ്വത്തും വരുമാനവും ചിന്നിച്ചെതറി തരിപ്പണമായി പെരുവഴിയും മരണങ്ങളുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ സംഭവിച്ച ആ മരണമറിഞ്ഞവർക്ക് ആദ്യമായി ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ രണ്ട് വാക്ക് നിങ്ങളെ മുന്നിൽ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. പറയാൻ പോകുന്ന വിഷയം, നമ്മൾ ജീവിക്കുന്ന പല പ്രദേശങ്ങളിലും നമ്മുടെ വീട്ടിലേക്ക് വിശാല വഴിയും റോഡും, നമ്മുടെ വീട്ടിലേക്ക് വാഹനം എത്തിപ്പെടാൻ വലിയ തുക ചെലവഴിച്ച് നമ്മൾ സൗകര്യങ്ങൾ അധികരിക്കുമ്പോഴും നമ്മൾ ജീവിക്കുന്ന പല ഭാഗങ്ങളിലും നമ്മുടെ അടുത്ത പ്രദേശമോ അയൽപക്കമോ ആയിരിക്കാം വിദേശ പണമോ വലിയ വരുമാനമോ ഇല്ലാത്ത പല വീടുകളിലേക്ക് നടവഴി തന്നെ പ്രയാസവും ഒരു ഇരുചക്ര വാഹനം പോലും വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത നിലയിൽ വിഷമിക്കുന്നവർ നമ്മുടെ ഇടയിൽ എത്രയോ എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും പല വിധത്തിലും പല നിലയിലും പല വിശ്വാസികളാണ്. എങ്കിൽ പോലും ഈ വക കാര്യങ്ങളിലെല്ലാം വസ്തുവും കഴിവും ഉണ്ടായിട്ട് പോലും വളരെ പിന്നിലാണ് എന്നുള്ള വസ്തുത നാം ആരും മനസ്സിലാക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ അബൂബക്കർ തിരുനാവായ.